പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പാക്കാൻ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരിൽ 7 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പരാതി. 2018 മുതൽ 2020 വരെ നടപ്പിലാക്കിയ പ്ലേസ്മെന്റ് ലിങ്ക് ട്രെയിനിംഗ് പദ്ധതിയിലാണ് ക്രമക്കേട്. തൃശൂർ പറയൻകുന്ന് സ്വദേശി ജനീഷ് കെ.സി വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ ഫണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാൻ പദ്ധതി ദുരുപയോഗം ചെയ്തെന്നാണ് പ്രധാന ആരോപണം. ഇറാം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഭാഗമെന്ന് പറയപ്പെടുന്ന അങ്കമാലിയിലെ എക്സ്പോയർ അക്കാദമിയും കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും ഇതിന് സഹായമായെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മുൻ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ അലി അസ്ഗർ പാഷ, ഇറാം ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് പനംതറയിൽ, എക്സ്പോയർ അക്കാദമി സെന്റർ ഡയറക്ടർ പൗലോസ് തേപ്പാല, നിലവിൽ കൈറ്റ് സിഇഒയും ഇറാം സയന്റിഫിക് മുൻ സിഇഒയുമായ കെ അൻവർ സാദത്ത്, ഇറാം ടെക്നോളജി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഔസ്റ്റിൻ, ഇറാം സയന്റിഫിക് അഡീഷണൽ ഡയറക്ടർ RP സ്മിത എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് പരാതി. കുറഞ്ഞ തുക കോട്ട് ചെയ്ത കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള ഏജൻസികളെ ഏകപക്ഷീയമായി ഒഴിവാക്കി വ്യാജ ഡിഗ്രി വാഗ്ദാനം ചെയ്തു. കോഴ്സുകളിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ച് പണം തട്ടി, സർക്കാർ സ്ഥാപനത്തിന്റെ മുദ്ര ദുർവിനിയോഗം ചെയ്തു എന്നിങ്ങനെ വലിയ തട്ടിപ്പുകൾ നടന്നുവെന്നാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ സ്ഥാപനമായ കേരള അക്കാദമി ഫോർ സ്കിൽസ് ആൻഡ് എക്സലൻസിന് കീഴിലാണ് കോഴ്സുകൾ നടത്താൻ അനുമതി നൽകിയിരുന്നത്. ഇതിൽ ജെറിയാട്രിക് അസിസ്റ്റന്റ് കോഴ്സ് നടത്താൻ 2 താൽപര്യപത്രങ്ങളാണ് വന്നത്. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള ജൻശിക്ഷൻ സംസ്ഥാനം ഇറാം ടെക്നോളജീസുമാണ് താൽപര്യപത്രം നൽകിയത്. 14.40 ലക്ഷം രൂപയാണ് ജൻശിക്ഷൻ സംസ്ഥാൻ കോട്ട് ചെയ്തത്. ഇറാം ടെക്നോളജീസ് 34.66 ലക്ഷവും കോട്ട് ചെയ്തു. ഇറാമിനെ അപേക്ഷിച്ച് യോഗ്യതയിലും പ്രവർത്തന പരിചയത്തിലും മുന്നിൽ നിൽക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാനെ കുറഞ്ഞ തുക കോട്ട് ചെയ്തിരുന്നിട്ടും ഒഴിവാക്കി. പകരം ഇറാൻ ടെക്നോളജീസിന് കരാർ ഉറപ്പിച്ചു. സർക്കാരിന് നഷ്ടം 20.26 ലക്ഷം രൂപ. ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്, ഓയിൽ ആൻഡ് റിംഗ് കോഴ്സുകൾ നടത്തുന്നതിന് ഇറാം ടെക്നോളജീസ് മാത്രമാണ് താൽപര്യപത്രം നൽകിയത്. ഒരു അപേക്ഷ മാത്രമാണ് വരുന്നതെങ്കിൽ റീടെൻഡർ ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ റീടെൻഡർ നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇറാം ടെക്നോളജീസിന് കോഴ്സ് നടത്താൻ അനുമതി നൽകുകയും ചെയ്തു. ഓയിൽ ആൻഡ് റിംഗ് കോഴ്സിന് 5.50 കോടിയും പേഷ്യന്റ് കെയർ മാനേജ്മെന്റിന് 67.39 ലക്ഷം രൂപയും അനുവദിച്ചു. ജെറിയാട്രിക് കെയർ കൂടിയായതോടെ ആകെ 6.52 കോടിയാണ് ഇറാം ടെക്നോളജിക്ക് നൽകാൻ തീരുമാനമായത്. ജെറിയാട്രിക് അസിസ്റ്റന്റ് കോഴ്സ് നടത്താൻ 2 താൽപര്യപത്രങ്ങളാണ് വന്നത്. 1 വർഷത്തെ 2 ഡിപ്ലോമ കോഴ്സുകൾ കൂട്ടിച്ചേർത്ത് 3 വർഷത്തെ ബിവോക് കോഴ്സാക്കി അധിക ഫണ്ടുകൾക്കുള്ള കോഴ്സിൽ 150 പേരുടെ കണക്കിൽ തുക വാങ്ങിയെന്നും പരാതിയിലുണ്ട്. ബിവോക് പേഷ്യന്റ് കെയർ കോഴ്സിൽ 50-ൽ 17 പേർ മാത്രമാണ് വിജയിച്ചത്. ജെറിയാട്രിക് അസിസ്റ്റന്റ് കോഴ്സിൽ ചേർന്ന 21 പേരിൽ 5 പേർ മാത്രവും വിജയിച്ചു. പൈപ്പ് ഫാബ്രിക്കേഷൻ ആൻഡ് ഫിറ്റർ കോഴ്സിൽ 300 പേർക്ക് പകരം 200 പേർക്ക് മാത്രമാണ് പരിശീലനം നൽകിയത്. ഇവരിൽ 107 പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത്. മോശം ഫലമുണ്ടായിട്ടും അതേ ഏജൻസിക്ക് വീണ്ടും കരാർ നൽകിയതും അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ആരോഗ്യ മേഖലയിൽ മുൻപരിചയമില്ലാത്ത ഇറാം ടെക്നോളജീസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ പേരിൽ ബിവോക് സർട്ടിഫിക്കറ്റ് നൽകിയെന്നും TISS അംഗീകാരത്തിന്റെ രേഖകളില്ലെന്നും പരാതിയിൽ പറയുന്നു. 2019 ജൂലൈയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം 7 കോഴ്സുകൾക്കായി 5.14 കോടി രൂപ അനുവദിച്ചിരുന്നു. തുകയുടെ വലിയൊരു ഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടാതെ സ്വകാര്യ നേട്ടത്തിനായി വിനിയോഗിച്ചെന്നാണ് ആരോപണം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ കൈറ്റ് സിഇഒയായ അൻവർ സാദത്ത് ഇറാം സയന്റിഫിക് സൊല്യൂഷൻസിന്റെ മുൻ CEO ആയിരുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ IT അറ്റ് സ്കൂൾ പ്രോജക്ട് പദ്ധതിയാണ് കൈറ്റ് വഴി നടപ്പിലാക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്താണ് രാഷ്ട്രീയ നിയമനമായി അൻവർ സാദത്തിനെ കൈറ്റിന്റെ CEO ആക്കിയത്. വിവിധ കോഴ്സുകൾക്ക് എക്സ്പോയർ നൽകിയ സർട്ടിഫിക്കറ്റുകൾക്ക് എന്ത് വിലയാണുള്ളതെന്നാണ് പരാതിക്കാരന്റെ ചോദ്യം. ഇടതുവശത്ത് മുകളിലായി കേരള സർക്കാർ എംബ്ലത്തോടെ കേസിന്റെ പേരും വലതുവശത്ത് എക്സ്പോയർ അക്കാദമിയുടെ പേരുമാണ് സർട്ടിഫിക്കറ്റിലുള്ളത്. എക്സ്പോയർ DGM-ഉം സെന്റർ ഡയറക്ടറും ചെയർമാനുമാണ് ഒപ്പുവച്ചിരിക്കുന്നത്. കേസിന്റെ പ്രതിനിധിയുടെ ഒപ്പം സർട്ടിഫിക്കറ്റിലില്ല. മാത്രവുമല്ല, ഈ സർട്ടിഫിക്കറ്റ് ഒരു ഡേറ്റാ ബാങ്കിലും ഇല്ലെന്ന പരാതിയും KC ജനീഷ് ഉന്നയിക്കുന്നു.